നമ്മുടെ ബബ്ബ സിനിമയുടെ ഒരു സോങ് നില പുറത്ത് വിട്ടിരുന്നു. അവർ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞിട്ടൊരു സോങ് വൈകിട്ട് റിലീസ് ചെയ്യുന്ന വമ്പൻ ഒരു എന്താ പറയുക ഒരു ലോഞ്ചൊക്കെ നടത്തിയിരുന്നു. പക്ഷെ യൂട്യൂബിൽ വന്നപ്പോൾ ആ സംഭവം മനസ്സിലായത് ആ ഹൈപ്പ് പോയിട്ട് വെറും വളിപ്പ് സാധനമാണ്. എന്താണ് ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളത് ആകെ ഞെട്ടിപ്പോയിട്ടു. എന്തോന്ന് വെറുതെ എല്ലാം ഈ സിനിമയിൽ നിന്നും ഷാൻ റഹ്മാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിന്ന് മാറ്റി എന്നുള്ളത് ഈ ഒരൊറ്റ സോങ് കണ്ടോടെ മനസ്സിലായിട്ടോ. എന്ത് മോശമാണ്. അതായത് ഇതിൻ്റെ വരികൾ നമ്മൾ ഈ തമിഴ് പടങ്ങളും തെലുങ്ക് പടങ്ങളും കന്നഡ പടങ്ങളൊക്കെ നമ്മൾ കൈരളിക്കും മലയാളത്തിൽ കൈരളിക്കും അതുപോലെ ഒരു മൊഴി മാറ്റിയിട്ടൊക്കെ ചെയ്യില്ല. അതിൽ ഓരോ സോങ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓരോ ആ മ്യൂസിക് അനുസരിച്ച് ലിറിക്സും എഴുതിയിട്ട് അത് പാടണേ. ആ ഒരു രീതിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി സംഭവം വളരെ മോശം കേട്ടോ. കാരണം ഇത്രത്തോളം ഹൈപ്പുള്ള, അതും നമ്മുടെ ദിലീപേട്ടൻ ലാലേട്ടനെ ഒരുമിക്കുന്ന ഒരു പടത്തിൽ ഒരു സോങ്ങൊക്കെ നല്ല രീതി. ഇപ്പോൾ നമുക്കറിയാം ആറാട്ട് സിനിമ അട്ടർ ഫ്ലോപ്പായി. പക്ഷെ ഇതിൽ ആ സോങ്, അതായത് ലാലേട്ടൻ്റെ ആ സോങ് ഒരു നല്ല തീം സോങ് ഉണ്ടല്ലോ, ഒന്നൊന്നര സാധനം. അതുപോലെ തന്നെ തുടരും സിനിമയിലുള്ളൊരു തീം സോങ്, ഇതൊക്കെ വേറെ നമുക്ക് പടം കാണാനിങ്ങനെ ആളെ തിയേറ്ററിലോട്ട് ഇങ്ങനെ അടുപ്പിക്കുന്ന സംഭവം. പക്ഷെ ഇത് കണ്ടോടെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ, അതായത് ഇന്നലെ ഇറങ്ങിയ ആ സോങ്ങിൽ അതിന് കമൻറ്റ് ബോക്സിലേക്ക് തരാം, ഒരൊറ്റ ഒരാൾ പോസിറ്റീവ് റിവ്യൂ ചെയ്തിട്ടില്ല. ഫുൾ നെഗറ്റീവ് പറഞ്ഞാൽ ഫുൾ നെഗറ്റീവ്. ഇത്രത്തോളം ലാലേട്ടൻ്റെ ഒരു പടത്തിന്, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ ഒരു പടത്തിന് ഒരു സോങ്ങിന് നെഗറ്റീവ് കേട്ട് ഈ അടുത്തൊന്നും എനിക്ക് തോന്നി, ഈ അടുത്ത് കേട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം അത്രത്തോളം മോശം, എന്തൊക്കെ കാട്ടിക്കൂട്ടി, എന്തൊക്കെയേ ചെയ്യും. പക്ഷേ ലാലേട്ടൻ്റെ ദിലീപേട്ടൻ്റെ ഡാൻസ് അത് അടിപൊളിയായിട്ടോ. കാരണം പറയാതെ വയ്യ, അടിപൊളി. കാരണം നമുക്കറിയാം ഇവർ രണ്ട് ഡാൻസൊക്കെ കുഴപ്പമില്ലാതെ രീതിയിൽ കളിക്കുന്ന ആൾക്കാരാണ്. ഒരു എന്താ സംഭവം എന്ന് വെച്ചാൽ അവരൊരു നല്ല പാർട്ടി മൂഡ് സംഭവം ചെയ്തതാണ്, ഒരു തമിഴ് തെലുങ്ക് രീതിയിൽ ചെയ്ത. പക്ഷേ സംഭവം പാടിപ്പോയി. എന്നാൽ അതേടൊപ്പം പറയാനുള്ളത് വേറെ സിനിമ ഉണ്ട്, നമ്മുടെ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താ പച്ച എന്ന മൂവിയുടെ ഒരു ലിറിക്കൽ സോങ് ഇന്നലെ പുറത്തിറങ്ങി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം ഒരു വെറൈറ്റി കൊച്ചി മട്ടാഞ്ചേരി സംഭവം കലക്കി പൊളിച്ചാണ്. ഇത് രണ്ടിലും പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ബയിൽ നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് റോളാണ്, എന്നാൽ ചത്താപ്പച്ച നമ്മുടെ മമ്മൂക്കയും ഗസ്റ്റ് റോളാണ്. അത് രണ്ട് ഇതിലും ഫെജോക്കെ എന്താണ് നമ്മുടെ ചത്താപ്പച്ചയിലെ സോങ്ങൊക്കെ അടിച്ച് പൊളിച്ചു കിട്ടോ. ഇത് വളരെ മോശം. കാരണം ഈ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയും വളരെ മോശമില്ല കേട്ടോ അതിൻ്റെ ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു പടമൊക്കെ നല്ല മ്യൂസിക്കിലൊക്കെ ഷാൻ റഹ്മാനൊക്കെ വെറും ഒരു വേസ്റ്റാണ് എന്ന് ഇതിലൂടെ മനസ്സിലായിട്ടോ. എത്രയോ നല്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ ജക്സ് ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ സുഷിൻ ശ്യാം, മുജീബ് മജീദ്. അപ്പം ഒന്നും പറയണ്ട, മുജീബ് മജീദൊക്കെ കളങ്കാവലിൻ്റെ മ്യൂസിക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒന്നും തുറക്കാൻ പറ്റാതെയില്ല. അമ്മാരി ആ ഒരു സോങ് എവിടൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കണം, ഒരു നിലാകാരൻ സോങ്ങൊക്കെ. കാരണം ഒരു സിനിമയെ എത്രത്തോളം ഹൈപ്പിൽ എത്രത്തോളം ആളുകൾ എത്തിക്കാന്നാണ് അങ്ങനെയുള്ള സോങ്ങിൽ മനസ്സിലായി. അതുപോലെ തന്നെ വിലായത്ത് ബുദ്ധയിലൊക്കെ പടം അട്ടർ ഫ്ലോപ്പാണെങ്കിൽ കൂടിയും അതിലൊരു പ്രൊമോഷൻ സോങ് ഇറങ്ങി അടിപൊളിയായിട്ട് ജക്സ് ബിജോയ് സംഭവം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ആൾക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു ഇത് ഏറ്റവും ബെറ്റർ. കാരണം ഷാൻ റഹ്മാനൊക്കെ വെറും അട്ടർ വേസ്റ്റ് കേട്ടോ. ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ് പുള്ളി ഇതിൽ ചെയ്തത്. അദ്ദേഹത്തിന് മുമ്പുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ നല്ല രീതിയിൽ, പക്ഷേ ഇതിൽ അദ്ദേഹം ചെയ്തു വെച്ചത് വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ഇനി പ്രതീക്ഷ ആ സിനിമ വരുമ്പോൾ അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ ഗോപി സുന്ദർ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ആശാൻ തന്നെ പറയാം. അദ്ദേഹം ചെയ്തു വെച്ചത് എങ്ങനെയാണ്, അതോ വെറുതെ തട്ടിക്കൂട്ടി എന്നേ ചെയ്തൊന്നും അറിയില്ല. പടം എന്തായാലും 18-ാം തീയതി റിലീസാണ്. എന്തായാലും പടം വരുമ്പോൾ അറിയാം എന്താണ് ഇവർ ചെയ്തു വെച്ചത്. എന്തായാലും സോങ് വളരെ മോശം. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയാം കേട്ടോ.